ഒന്ന് ആലോചിച്ചു നോക്കൂ. കയ്യിലൊന്നുമില്ലാതെ അഭയാർത്ഥികളായ ഒരു നാട്ടിലെത്തിയ ഒരു കൂട്ടം ആളുകൾക്ക് ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സാധിക്കുമോ? ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു ദശാബ്ദത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മദീനയുടെ കാലഘട്ടത്തിലേക്ക്. ആ വിസ്മയകരമായ കഥയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതൊരു വലിയ ചോദ്യമാണല്ലേ? പല പല ഗ്രൂപ്പുകൾ, പല വിശ്വാസങ്ങൾ, പല താൽപ്പര്യങ്ങൾ. ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു ജനതയെ എങ്ങനെയാണ് ഒരൊറ്റ സമൂഹമാക്കി മാറ്റാൻ കഴിയുക? ഇത് പഴയ ചരിത്രത്തിലെ മാത്രമൊരു ചോദ്യമല്ല. ഇന്നും നമ്മൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ഇതിനുള്ളൊരു ഉത്തരം ഒരുപക്ഷെ മദീനയുടെ ചരിത്രത്തിലുണ്ടാകാം. അപ്പോൾ ഈ ഒരു വലിയ കഥ നമ്മൾ 5 ഘട്ടങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ആ പുതിയ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് കാണാം. പിന്നെ ഒരു സമൂഹം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അതിജീവനത്തിന്റെയും പ്രതിരോധത്തിന്റെയും നാളുകൾ, വിജയത്തിലേക്കുള്ള വഴി. അവസാനം ആ രാഷ്ട്രത്തിന്റെ ആത്മാവായ അവസാന സന്ദേശവും നമ്മൾ പരിശോധിക്കും. ഓക്കെ, അപ്പോൾ കഥ തുടങ്ങുകയാണ്. മക്കയിലെ പീഡനങ്ങളൊക്കെ സഹിച്ച് അവസാനം പ്രവാചകനും അനുയായികളും മദീനയിലെത്തി. പക്ഷെ അവിടെ എത്തിയിട്ട് എന്തു എല്ലാം ആദ്യം മുതലേ തുടങ്ങണം. അവരുടെ ആദ്യത്തെ ചുവടുകൾ അത് ഭയങ്കര നിർണായകമായിരുന്നു. അത് ഒരു സമൂഹത്തിന്റെ ഭൗതികവും ആത്മീകവുമായ ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നതിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോ മദീനയുടെ അതിർത്തിയിൽ കാലുകുത്തിയ ഉടനെ ചെയ്ത ആദ്യത്തെ കാര്യം എന്തായിരുന്നു എന്നറിയാമോ? ഒരു പള്ളി പണിയുക. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പള്ളി, ഖുബ പള്ളി. ഇതൊരു വെറും കെട്ടിടമായിരുന്നില്ല കേട്ടോ, അതൊരു സ്റ്റേറ്റ്മെന്റായിരുന്നു. ഈ പുതിയ സമൂഹത്തിന്റെ കേന്ദ്രബിന്ദു വിശ്വാസവും എല്ലാവരും ഒരുമിച്ചു കൂടുന്ന ഒരിടവുമായിരിക്കും എന്നതിന്റെ പ്രഖ്യാപനം. അതുമാത്രമല്ല, ആ നഗരത്തിന്റെ പേര് തന്നെ അങ്ങ് മാറി. യത്രിബ് എന്ന പഴയ പേര് പോയി പകരം മദീനത്തുന്നബി, അതായത് പ്രവാചകന്റെ നഗരമെന്ന പുതിയ പേര് വന്നു. ഇതൊരു വെറും പേരുമാറ്റമല്ല, ഒരു പുതിയ ഐഡന്റിറ്റിയുടെ, ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു അത്. പഴയ യത്രിബ് ചരിത്രമായി, പുതിയ മദീന യാഥാർത്ഥ്യമായി. അപ്പോ സ്ഥലം റെഡി, പേരും മാറി. പക്ഷേ യഥാർത്ഥ ചാലഞ്ച് ഇതൊന്നും ആയിരുന്നില്ല. പല ഗ്രൂപ്പുകളായി വിഘടിച്ചു നിന്ന ഒരു ജനതയെ എങ്ങനെയാണ് ഒരുമിപ്പിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ബ്രില്യൻ്റായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കാണാൻ പോകുന്നത്. ഈ പുതിയ സമൂഹത്തിന് നമുക്ക് പറയാം 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടിയ ആളുകൾ. അവരെയാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. പിന്നെ അവരെ സ്വന്തം വീട്ടുകാരെപ്പോലെ സ്വീകരിച്ച മദീനയിലെ ആളുകൾ. അവരാണ് അൻസാറുകൾ, അതായത് സഹായികൾ. ഇനി പറയാൻ പോകുന്നത് ശരിക്കും അവിശ്വസനീയമായൊരു കാര്യമാണ്. പ്രവാചകൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരിയെയും തമ്മിൽ സഹോദരന്മാരാക്കി. ഇതൊരു വെറും പ്രഖ്യാപനമായിരുന്നില്ല കേട്ടോ. അൻസാറുകൾ, മദീനയിലെ ആളുകൾ, തങ്ങൾക്കുള്ളതെന്തും, വീട്, സ്വത്ത്, കൃഷി, അതിന്റെ നേർപകുതി ഒരു മടിയുമില്ലാതെ ഈ പുതിയ സഹോദരങ്ങൾക്ക് കൊടുത്തു. ലോകചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം വേറെയുണ്ടോ എന്ന് സംശയമാണ്. അപ്പോ സാമൂഹികമായ അടിത്തറ ഭദ്രമാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഏതൊരു രാജ്യത്തിനും നിയമങ്ങൾ വേണം, ഒരു ഭരണഘടന വേണം. അങ്ങനെയാണ് മദീന ചാർട്ടർ ഉണ്ടാകുന്നത്. പലരും ഇതിനെ ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ, ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായിട്ടാണ് കാണുന്നത്. ഈ ഭരണഘടനയിലെ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. കാരണം അന്നത്തെ കാലഘട്ടത്തേക്കാൾ ഒരുപാട് മുന്നിലായിരുന്നു അത്. ഒന്നാമത്തെ കാര്യം, മദീനയിലുള്ള എല്ലാവരും, മുസ്ലിങ്ങളായാലും ജൂതന്മാരായാലും മറ്റു ഗോത്രക്കാരായാലും എല്ലാവരും ചേർന്ന് ഒരൊറ്റ കമ്മ്യൂണിറ്റിയാണ്, ഒരു ഉമ്മത്ത്. രണ്ടാമത്, ഓരോ ഗ്രൂപ്പിനും അവരുടെ മതം ഫോളോ ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും മദീനയെ ആക്രമിച്ചാലോ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കണം. എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിലോ പ്രവാചകനായിരിക്കും അതിലെ അവസാന വാക്കു പറയുക. ഇതൊരു യഥാർത്ഥ മൾട്ടി റിലീജിയസ് സമൂഹത്തിന്റെ ബ്ലൂ പ്രിന്റായിരുന്നു അല്ലേ? പക്ഷേ നിയമങ്ങളൊക്കെ കടലാസിലുണ്ടായാൽ മാത്രം മതിയോ? പോരല്ലോ, പുറത്ത് ശത്രുക്കൾ തക്കം പാർത്തിരിപ്പുണ്ടായിരുന്നു. ഈ പുതിയ സമൂഹം അതിജീവനത്തിനായി നേരിട്ടത് വലിയ ഭീഷണികളാണ്. ഈ തീപരീക്ഷകളാണ് സത്യത്തിൽ അവരുടെ ഐക്യം കൂടുതൽ ശക്തമാക്കിയത്. പ്രധാനമായും 3 വലിയ യുദ്ധങ്ങളാണ് മദീനയുടെ തലവിധി നിർണയിച്ചത്: ബദർ, ഉഹദ്, പിന്നെ കന്ദക്. നമുക്കാദ്യത്തെ പോരാട്ടമായ ബദറിലേക്ക് വരാം. മക്കയിൽ നിന്ന് ഇവരെ ആട്ടിയോടിച്ച അതേ ഖുറേശികളുമായിട്ടുള്ള ആദ്യത്തെ ഏറ്റുമുട്ടൽ. മുസ്ലിങ്ങളുടെ സൈന്യത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നറിയാമോ? വെറും 313 പേർ. പലരുടെയും കയ്യിൽ നേരാവണ്ണം ആയുധം പോലുമില്ല. പക്ഷേ അവർക്ക് നേരിടേണ്ടി വന്നത് ആരെയാണെന്നോ? 1000ഓളം വരുന്ന ഫുൾ ആയുധങ്ങളുമായി വന്ന ഖുറേശി സൈന്യത്തെ. 3 ഇരട്ടിയിലധികം ആളുകൾ. സത്യം പറഞ്ഞാൽ ഇതൊരു യുദ്ധമായിരുന്നില്ല, ഒരു ആത്മഹത്യയ്ക്ക് തുല്യമായിരുന്നു. പക്ഷേ ചരിത്രത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ഈ ഒരൊറ്റ വിജയം അവരുടെ കോൺഫിഡൻസ് വല്ലാതെ ഉയർത്തി. ഇനി കന്ദക് യുദ്ധത്തിലൊരു കിടിലൻ തന്ത്രമുണ്ട്.
ആയിരക്കണക്കിന് ശത്രുക്കൾ ഒരുമിച്ച് മദീന വളഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചു. അപ്പോഴാണ് പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി ഒരു പുതിയ ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. അറബികൾക്ക് അതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു പേർഷ്യൻ തന്ത്രം, നഗരത്തിനു ചുറ്റും ഒരു വലിയ കിടങ്ങ് കുഴിക്കുക. ഈ ഒരൊറ്റ ഐഡിയ ശത്രുക്കളുടെ കുതിരപ്പടയെ കംപ്ലീറ്റായിട്ട് ബ്ലോക്ക് ചെയ്തു. ഉപരോധം പരാജയപ്പെട്ടു. അവർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു. കണ്ടോ, ഇവിടെ ശക്തിയെ തോൽപ്പിച്ചത് ബുദ്ധിയാണ്. പക്ഷേ എപ്പോഴും യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ വാളിനേക്കാൾ ശക്തി വാക്കുകൾക്കായിരിക്കും. അപ്പോൾ നമുക്ക് യുദ്ധക്കളത്തിൽ നിന്ന് സമാധാന ചർച്ചകളിലേക്ക് വരാം. എങ്ങനെയാണ് ഡിപ്ലോമസി, അതായത് നയതന്ത്രം, വിജയത്തിലേക്ക് വഴി തുറന്നതെന്ന് നോക്കാം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹുദൈബിയ സന്ധി. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഈ സന്ധിയിലെ വ്യവസ്ഥകൾ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും വലിയ നിരാശ തോന്നി. പക്ഷേ പ്രവാചകൻ കണ്ടത് വേറൊരു കളിയായിരുന്നു. ഈ 10 വർഷത്തെ സമാധാന ഉടമ്പടി യുദ്ധമൊന്നുമില്ലാതെ ഇസ്ലാമിന്റെ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് ശരിക്കും ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. എന്നാൽ ആ സമാധാനം അധികകാലം നീണ്ടില്ല. ഖുറൈശികൾ തന്നെ ആ കരാർ ലംഘിച്ചു. അതോടെ കാര്യങ്ങൾ മാറി. 10 വർഷം മുൻപ് കുറച്ചാളുകളുമായി നാടുവിടേണ്ടി വന്ന പ്രവാചകൻ ഇത്തവണ 10,000 പേരടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായി മക്കയിലേക്ക് തിരിച്ചു. എല്ലാവരും വിചാരിച്ചു ഇനി മക്കയിൽ ഒരു വലിയ രക്തപ്പുഴയൊഴുകുമെന്ന്. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഒരു തുള്ളി ചോര പോലും വീഴാതെ മക്ക കീഴടങ്ങി. ഒന്നോർത്തു നോക്കൂ ആ സീൻ. വിജയിയായി മക്കയിലേക്ക് വരുന്ന പ്രവാചകൻ, അദ്ദേഹത്തിന്റെ മുന്നിൽ വർഷങ്ങളോളം അദ്ദേഹത്തെയും കൂട്ടരെയും ദ്രോഹിച്ച ആളുകൾ തലയും താഴ്ത്തി നിൽക്കുന്നു. അവരുടെ ജീവന്റെ വിധി ആ നിമിഷം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. പ്രതികാരം ചെയ്യാൻ എല്ലാ അധികാരവുമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാമോ? നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മാപ്പുകൊടുക്കലിന്റെ ഒരു നിമിഷം. അപ്പോൾ രാഷ്ട്രം സ്ഥാപിച്ചു, സമാധാനമായി. പക്ഷേ മിഷൻ കഴിഞ്ഞിട്ടില്ല. ഈ രാഷ്ട്രം എന്ത് തത്വങ്ങളുടെ മുകളിലാണ് ഇനി മുന്നോട്ടു പോകേണ്ടത്? ആ ദൗത്യത്തിന്റെ അവസാന ഭാഗത്തേക്ക്, ആ ഫൈനൽ മെസ്സേജിലേക്കാണ് നമ്മളിനി പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന ഹജ്ജ്. അറഫ മലയിൽ വെച്ച് 1,00,000-ൽ കൂടുതൽ ആളുകളെ സാക്ഷിയാക്കി പ്രവാചകൻ നടത്തിയ ആ പ്രസംഗം, അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. പലരും ഇതിനെ ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നായിരുന്നില്ല, മനുഷ്യരാശിക്ക് മുഴുവൻ വേണ്ടിയുള്ള ഒരു ഗൈഡ് ലൈനായിരുന്നു. ആ പ്രസംഗത്തിലെ ഏറ്റവും പവർഫുള്ളായ ഒരു ഭാഗം ഇതായിരുന്നു: ഒരു അറബിക്ക് അറബിയല്ലാത്തവനേക്കാളോ ഒരു വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു മേന്മയുമില്ല. നിങ്ങളെല്ലാവരും തുല്യരാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വംശവും നിറവും നോക്കി ആളുകളെ തരംതിരിച്ചിരുന്ന ഒരു കാലത്ത് ഇക്വാലിറ്റിയുടെ, സമത്വത്തിന്റെ ഇത്രയും ശക്തമായ ഒരു പ്രഖ്യാപനം. എത്ര കാലം കഴിഞ്ഞാലും ഇതിന്റെ പ്രസക്തി പോകുന്നില്ല. അങ്ങനെ തമ്മിൽ തല്ലിക്കഴിഞ്ഞിരുന്ന ഒരു ജനതയെ ഒന്നിപ്പിച്ച് നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു മാതൃകാ രാഷ്ട്രം സ്ഥാപിച്ച ശേഷം തന്റെ 63-ാം വയസ്സിൽ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതദൗത്യം അവിടെ പൂർണ്ണമായി. അപ്പോൾ 1400 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നിൽക്കുമ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക്, നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്? ലോകത്തിന്നും ഒരുപാട് ഭിന്നിപ്പുകളുണ്ട്, വെറുപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ ഐക്യവും നീതിയും സാഹോദര്യവും വെച്ചുകൊണ്ട് ഒരു നല്ല സമൂഹമുണ്ടാക്കാൻ നമുക്ക് സാധിക്കുമോ? മദീനയുടെ ചരിത്രം നമ്മളോട് പറയുന്നത് സാധിക്കും എന്നാണ്. ആ ഒരു മാതൃകയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാനാകും? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിവരണം നമ്മൾ ഇവിടെ നിർത്തുന്നു.